മൽഹാർ ഹിന്ദി പാഠപുസ്തകത്തിലെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 11 ചേതകി വീർധ അഥവാ ചേതക്കിന്റെ വീര്യം എന്ന കവിതയാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. വീരരസ കവിതകളിലൂടെ പ്രശസ്തനായ കവി ശ്യാമനാരായണൻ പാണ്ഡെയുടെ ഏറ്റവും ജനപ്രിയമായ കൃതിയായ ഹാൽദി ഘാട്ടി എന്ന കവിതയുടെ ഒരു ഭാഗം മാത്രമാണിത്. ഇതിൽ മേവർ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ റാണ പ്രതാപിന്റെ പ്രിയപ്പെട്ട കുതിരയായ ചേതക്കിന്റെ തേജസ്സിനെ പറ്റിയാണ് വിവരിക്കുന്നത്. കവിതയുടെ വിവരണം ഇപ്രകാരമാണ്. യുദ്ധഭൂമിയിൽ കുതിച്ചു ചാടി ചേതക്ക് അതിശയകരമായി മാറി. റാണ പ്രതാപിന്റെ കുതിര കാറ്റിനോട് മത്സരിക്കുകയായിരുന്നു. ചേതക്കിന്റെ ശരീരത്തിൽ ഒരിക്കലും റാണ പ്രതാപിന്റെ ചാട്ടവാർ പതിയേണ്ടി വന്നിട്ടില്ല. ശത്രുക്കളുടെ തലയ്ക്ക് മുകളിലൂടെയോ അതോ ആകാശത്തിലൂടെയോ ആയിരുന്നു ആ കുതിര ഓടിയിരുന്നത്. കാറ്റിൽ കുതിരയുടെ കടിഞ്ഞാൺ അല്പമൊന്ന് അനങ്ങിയാൽ മതിയായിരുന്നു, അത് സവാരിക്കാരനെയും കൊണ്ട് പറക്കുമായിരുന്നു. റാണ പ്രതാപിന്റെ കൺമിഴികൾ ഒന്ന് തിരിയുന്നതിന് മുൻപേ ചേതക്ക് ആവശത്തേക്ക് തിരിയുമായിരുന്നു. ഭയാനകരമായ കുന്തങ്ങൾക്കിടയിലൂടെ പറന്നുകൊണ്ട് അത് തന്റെ വേഗത്തിലുള്ള കഴിവ് തെളിയിച്ചു. പരിചകൾക്കിടയിലൂടെ ഭയമില്ലാതെ നീങ്ങിയ അത് വാളുകൾക്കിടയിലൂടെ അതിവേഗം പാഞ്ഞു. ചേതക്ക് എല്ലായിടങ്ങളിലും അതിവേഗം മിന്നിമറയുന്നു. ചേതക്ക് ഇല്ലാത്ത ഒരിടവും ഉണ്ടായിരുന്നില്ല. ശത്രുവിന്റെ ഏത് തലയ്ക്ക് മുകളിലും അത് ഉണ്ടായിരുന്നു. കവിഞ്ഞൊഴുകുന്ന നദി പോലെ അത് തിരതല്ലി നീങ്ങി. അത് പാഞ്ഞുപോയി. പിന്നെ ഒരിടത്ത് നിലയുറപ്പിച്ചു. ഭീകരമായ ഇടിമിന്നലുള്ള മേഘം പോലെ അത് ശത്രു സൈന്യത്തിന് മേൽ ഇരമ്പി വീണു. അവരുടെ കുന്തം താഴെ വീണു. ആവനാഴിക്ക് ഇളക്കം തട്ടി. കുതിരക്കുളമ്പടികളാൽ ശരീരമാകെ വിറകൊണ്ടു. കുതിരയുടെ ആ പ്രകടനം കണ്ട് ശത്രുപക്ഷം അമ്പരന്ന് നിന്നുപോയി. ഇതാണ് ഈ കവിതയുടെ സാരാംശം.